ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് പലയിടത്തും പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് പോലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പുസ്തകരചന എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചതാണ്. ഇപ്പോൾ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം സംഭവിച്ചത് അത് വായിച്ചവർക്കറിയാം. അതിൽ നമ്മളൊരു പത്രത്തിന് വേണ്ടി, പത്രത്തിൻ്റെ ഒരു ഫീച്ചറിന് വേണ്ടിയുള്ള യാത്രയാണ് അവസാനം ആ പുസ്തകമായിട്ട് മാറുന്നത്. ഈ കർണാടകയിൽ ഡാൻസ് ബാറുകൾ, മംഗലാപുരത്ത് ഡാൻസ് ബാറുകൾ നിരോധിച്ചപ്പോൾ ആ ഡാൻസ് ബാറിലുണ്ടായിരുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയായിട്ട് മാറുന്നത്. ആ സ്ത്രീകൾ ലൈംഗിക തൊഴിലാളികളായിട്ട് ഹോട്ടലുകളിലൊക്കെ കഴിയുകയാണ് എന്നറിഞ്ഞപ്പോൾ അവർ നേരിൽ പോയി കാണാൻ പോകുമ്പോഴും, ആ യാത്ര തുടങ്ങുമ്പോഴും നമ്മുടെ ഉദ്ദേശത്തിൽ അതൊരു പത്രത്തിനൊരു ഫീച്ചർ അല്ലെങ്കിൽ പത്രത്തിനൊരു വാർത്ത എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരാണ് പറയുന്നത്, അവർ അവിടെ പരിചയപ്പെട്ട ഒരു സുമ എന്ന് പേര് പറഞ്ഞ ഒരു സ്ത്രീയാണ് പറയുന്നത്, അവർ ദാവൻകരയിൽ ദേവദാസിയായിരുന്നു, അവിടുന്ന് പിന്നീട് ഇവിടെ മംഗലാപുരത്ത് എത്തിപ്പെട്ടതാണെന്നൊക്കെ അവർ പറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു കൗതുകം, ഈ എങ്ങനെ ഈ ദേവദാസി സമ്പ്രദായം ഇപ്പോഴും നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്നൊരു കൗതുകം. ഇത് 2007-08 ആ സമയത്താണ് ഈ യാത്ര സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ ദേവദാസി സമ്പ്രദായം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളിക്ക് ഉണ്ടാകുന്നൊരു കൗതുകത്തിൽ നിന്നാണ് പിന്നീട് നമ്മൾ ദാവൻകരയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അപ്പോഴും നമുക്കതൊരു പുസ്തകമാക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലക്ഷ്യം അതൊരു സമഗ്രമായൊരു ഫീച്ചറാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ പിന്നെ അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ദാവൻകരയിലെത്തി. ദാവൻകരയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഹർപ്പനഹള്ളിയിൽ കുറേ സ്ത്രീകൾ ദേവദാസി വിമോചന മുന്നണി എന്ന് പറഞ്ഞിട്ട് ഈ സമ്പ്രദായത്തിനെതിരായ ഒരു പോരാട്ടം നടത്തുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അവരെ കൂടി പത്രത്തിൽ പരിചയപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനത്തെ പണ്ടത്തെ ദേവദാസി സമ്പ്രദായം, കലാവന്തൂരി സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് കുറേ പെൺകുട്ടികളെ സോനാഗച്ചിയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ സോനാഗച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ കുറേ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ചുള്ള യാത്രകൾ മുന്നോട്ട് പോയപ്പോഴാണ്, യാത്രകൾ വീണ്ടും വീണ്ടും നടത്തേണ്ടി വന്നപ്പോഴാണ് ഇതൊരു പുസ്തകത്തിനുള്ള സാധ്യത അവിടെ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും ഭംഗിയെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പുസ്തകം സംഭവിക്കുന്നത്. സത്യത്തിൽ ആ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാലും അറിയാം, ആ പുസ്തകത്തിലോ അല്ലെങ്കിൽ മതപ്പാടുകളിലോ നോക്കിയാലും അറിയാം, അതിൽ സാഹിത്യം തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആ ഉള്ളടക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യാത്രാവിവരണം എന്ന് പറയുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് യാത്രാവിവരണമായിരുന്നു. യാത്രാവിവരണത്തിന് അവാർഡ് കിട്ടിയപ്പോൾ, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ പലരും ആദ്യം ചോദിച്ച ചോദ്യം ഇത് യാത്രാവിവരണമായിരുന്നോ എന്നാണ്. കാരണം അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരമ്പരാഗതമായി കണ്ട് ശീലിച്ച യാത്രാവിവരണങ്ങളിലുള്ള കാര്യങ്ങളല്ല ഇതിലുണ്ടായിരുന്നത്. ഇതിൽ ജീവിതങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു, അല്ലെങ്കിൽ ആ ജീവിതങ്ങളെ കേൾക്കുകയായിരുന്നു ചെയ്തത്. ഇത് യാത്രാവിവരണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പ്രസാധകരെ ഏൽപ്പിക്കുന്നത്. പ്രസാധകർ അതിന് യാത്രാവിവരണം ഒരു ടൈറ്റിലിൽ പെടുത്തി, ആ ഒരു കാറ്റഗറി പെടുത്തിയതുകൊണ്ടാണ് സത്യത്തിൽ യാത്രാവിവരണത്തിനുള്ള അവാർഡ് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കേട്ട് ശീലിച്ച ഒരു യാത്രാവിവരണത്തിലുള്ള ഭാഷയുടെ ഭംഗിയോ അത്തരം പ്രകൃതി ഭംഗിയോ ഒന്നും ഇതിനകത്ത് ഇല്ല. നമ്മൾ കാര്യങ്ങൾ ആളുകളോട് ചോദിക്കുന്നു, അവർ പറയുന്ന അതേപോലെ കേട്ടെഴുതുന്നു. ഒരു പത്രത്തിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ പുസ്തകത്തിലുടനീളം സ്വീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ മതപ്പാടുകളിലും അങ്ങനെ തന്നെയാണ്. ആളുകൾ അവരുടെ ഒരു വേർഷൻ പറയുന്നു, ആ വേർഷൻ നമ്മൾ കൊടുക്കുന്നു. അതിനൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നു. അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ കേൾക്കുന്നത് അതുപോലെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എഴുത്തുകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് പുസ്തകങ്ങൾ പോലും എഴുതിയിരിക്കുന്നത്. ഇതാണ് ഈ എഴുത്തുകാരൻ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. യാത്രയിൽ പേടി തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പലരും പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് പലരും ചോദിച്ച ഒരു കാര്യം. വളരെ സാഹസികമായിട്ടുള്ള യാത്രയായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. ചില ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അന്ന് അങ്ങനെ ചെയ്തല്ലോ എന്ന് നമുക്കും തോന്നാറുണ്ട്. ഞാൻ പലയിടത്ത് പറഞ്ഞ കാര്യമാണ്, സത്യത്തിൽ ഇത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടി പുസ്തകമാണ്. അവരുടെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ യാത്രകളിലേക്ക് പലതിലേക്കും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന
ആളുകൾ കൂടുതൽ യാത്രകളുണ്ടായിരുന്ന പ്രമോദാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ധൈര്യമാണ്. അദ്ദേഹം BSF ജവാനായിരുന്നു നേരത്തെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ധൈര്യമാണ് ഈ പുസ്തകം സംഭവിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. പല യാത്രകളിലും അദ്ദേഹമാണ് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന സ്ഥലത്ത് പോകേണ്ടതെന്നൊക്കെ ചോദിച്ച് കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടി ഒരു പുസ്തകമായിട്ടാണ് അവരിതിനെ കണ്ടിരിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം അവർ കണ്ടിരിക്കുന്നത്. അതാണ് ഈ പുസ്തകം സംഭവിക്കാനുള്ളൊരു കാരണം. പിന്നെ ഈ സാഹസികതയും പിന്നെ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ധൈര്യമൊക്കെ യാത്രകളിൽ കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വിചാരിക്കുന്നത്ര പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ യാത്രയിൽ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ക്ലയൻ്റായിട്ടാണ് പല സ്ഥലത്തും ചെന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സോനാഗച്ചിയിൽ പോകുമ്പോൾ നമ്മൾ ആ പെൺകുട്ടികളുടെ ഒരു ക്ലയൻ്റായിട്ടാണ്, നമ്മളൊരു ക്ലയൻ്റായിട്ട് ചെന്നിട്ട് പെൺകുട്ടികളെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ മേടിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മളൊരു കസ്റ്റമറാണ്. അപ്പോൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. നമ്മൾ പത്രക്കാരനാണെന്ന് അവരറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ പത്രക്കാരനാണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് പേടിയുണ്ട്, നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു വലിയ സാഹസികതയുടെ ഒരു അംശം പലയിടത്തും ഇല്ല എന്ന് പറയാം. ഈ നമ്മൾ ഒരു കസ്റ്റമറായി ചെന്ന് അവരുടെ നിന്ന് പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ വാങ്ങിക്കുന്നു, എന്നിട്ട് അവരോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളൊരു ക്ലയൻ്റ് അല്ല, ഒരു സാധാരണ ക്ലയൻ്റ് അല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു റാപ്പോ അവരുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവരോട് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു നൂൽപ്പാലത്തിൽ പോകുന്ന പോലൊരു കളി അതിനകത്തുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ പുറമെ ഈ നമ്മളെ പേടിപ്പെടുത്തുന്ന ആളുകൾ, അവരെ നമ്മൾ അറിയിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു പത്രപ്രവർത്തകനായിട്ട് വന്നാണ് നമ്മൾ അറിയിക്കുന്നില്ല. ഇപ്പോൾ തോക്ക് വാങ്ങാൻ പോകുന്നുണ്ട് ബീഹാറിൽ, മുംഗേറിൽ. തോക്ക് വാങ്ങാൻ പോകുമ്പോഴും നമ്മളൊരു ക്ലയൻ്റാണ്. അപ്പോൾ നമ്മൾ ക്ലയൻ്റായിരിക്കുമ്പോൾ അവർക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നമ്മളെ ഒന്ന് തൃപ്തിപ്പെടുത്തി വിടുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായതുകൊണ്ട് അവർ നമ്മളെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്കവിടെ വല്ലാതെ പേടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പക്ഷേ അതിൽ തന്നെ രണ്ടാമത് നമ്മൾ ഈ കള്ളത്തോക്ക് ഉണ്ടാക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ കുറേ ആളുകൾ അവിടെ വരികയും അവർ എന്തിനാണ് വീണ്ടും ഇവർ വന്നത് എന്ന് അന്വേഷിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സത്യത്തിൽ നമ്മളൊന്ന് പേടിച്ചു. സത്യത്തിൽ അവർ തിരിച്ചറിയുകയാണെങ്കിൽ, നമ്മൾ തോക്ക് വാങ്ങിക്കാൻ വന്നവരല്ല എന്ന് അവർ തിരിച്ചറിയുകയാണെങ്കിൽ അത് കുറച്ച് അപകടമാണ്. അവിടെ ഒന്നാമത് മുംഗേർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒരുവിധം ക്രിമിനൽ ആക്ടിവിറ്റികളൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല. എല്ലാവരും തോക്കുകൊണ്ട്, ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ തോക്കുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ പേടി അവിടെ തോന്നി എന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ വിചാരിച്ചത്, ഇതൊരു പ്രശ്നമാവുകയാണെങ്കിൽ ഒരു തോക്ക് മേടിക്കാം, ഒരു 8000 രൂപ മറ്റോ കൊടുത്തിട്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു തോക്ക് മേടിച്ച് പ്രശ്നത്തെ മറികടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് വേണ്ടി വന്നില്ല. നമ്മളവിടെ അവരെ കൺവിൻസ് ചെയ്യിച്ചു, നമ്മൾ തോക്ക് മേടിക്കാൻ വന്നവർ തന്നെയാണെന്ന്. തോക്ക് മേടിക്കാതെ തന്നെ കൺവിൻസ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടല്ല എല്ലായിടത്തും പോകുന്നത്. പക്ഷേ പത്രപ്രവർത്തകനാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടുള്ളൊരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും. ഇതാണ് ഈ യാത്രയിലെ ഒരു സാഹസികതകളെക്കുറിച്ച് പറയാനുള്ളത്. ഈ മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കല്ലൂറാണിയിലെ ഈ ശവം തിന്നുന്ന മനുഷ്യരെക്കുറിച്ചുള്ളൊരു അധ്യായമുണ്ട്. ആ അധ്യായമാണ് അതിലത്തെ ആദ്യത്തെ അധ്യായം. അത് നമുക്ക് ഒരു വിവരം, പത്രത്തിൽ ഒരു വാർത്ത വന്നപ്പോൾ ഈ കല്ലൂറാണിയിൽ അവിടെ ആളുകൾ, കുറേ പൂജാരിമാർ ഒരാഘോഷത്തിനിടയ്ക്ക് മാടസ്വാമി കോവിലിൽ പൂജാരിമാർ ശവം എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരു ശ്മശാനത്തിൽ നിന്ന് ശവം എടുത്തുകൊണ്ട് വന്നിട്ട് അത് കടിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വിഷ്വൽ സഹിതം വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിച്ചു. അപ്പോഴാണ് നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. കുറേ മനോരമയിൽ തന്നെ 2 സഹപ്രവർത്തകരാണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ആ വാർത്ത അങ്ങനെ കേരളത്തിൽ എല്ലാവിടെയും ഒന്നും വന്നതല്ല, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ അവരിത് പെടുത്തി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ ഈ മാടസ്വാമി കോവിലിൽ ഈ ഉത്സവങ്ങൾക്ക് അവിടെ ഒരു സ്ഥിരം, അതായത് എല്ലാ വർഷവും ഇതൊരു ചടങ്ങാണ്. അവിടെ ശ്മശാനത്തിൽ പോയിട്ട് ശവം എടുത്തുകൊണ്ട് വരിക, അത് എടുത്ത് ഈ ശൂലത്തിലൊക്കെ കുത്തി നിർത്തിയ ആളുകൾ അത് കടിക്കുക എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു സ്ഥിരം, എല്ലാ വർഷവും ഒരു മാടസ്വാമി കോവിലല്ല, ഈ തമിഴ്നാട്ടിലെ മിക്കവാറും മാടസ്വാമി കോവിലുകളിലെല്ലാം ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ നമ്മളത് ഒരു ഭയങ്കര അപരിഷ്കൃതമായ ഒരു ആചാരം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അവിടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെല്ലുന്നത്.
അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആ കോവിലിലെ ആളുകളെല്ലാം ഭയങ്കര ഈ വാർത്ത വന്നതിന് ശേഷം വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവരത് ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. ഞങ്ങൾ പക്ഷേ അവിടെ വേറൊരു ചടങ്ങിന് വന്നപ്പോൾ ഈ വാർത്തകൾ വായിച്ചിട്ട് വളരെ താല്പര്യപൂർവ്വം കാണാമെന്നാണ്, ഇങ്ങനൊരു ആചാരങ്ങൾ പാലിക്കുന്ന ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാമെന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവർക്കതിൽ വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അവർ തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ നിൽക്കുന്നതിനെ അവർക്കൊരു വിയോജിപ്പ് അവർ അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങളവിടെ നിന്നിട്ട് വളരെ സൗമ്യമായി അവരോട് സംസാരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് ആ അമ്പലത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു വളരെ അപരിഷ്കൃതമായ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ശവമെടുത്ത ആളുകൾ കടിക്കുക, തിന്നുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ മരിച്ചു പോയി സംസ്കരിച്ചു കഴിഞ്ഞ ഒരു മൃതദേഹത്തിൻ്റെ പാർട്ട് എടുത്തിട്ട്, പൂർണ്ണമായിട്ട് സംസ്കരിക്കാത്തൊരു മൃതദേഹത്തിൻ്റെ പാർട്ട് എടുത്ത് അത് വെച്ചൊരു ചടങ്ങ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഈ മൃതദേഹത്തോട് ഒരു ആദരവ് കാണിക്കണ്ടേ, അതിനെ ഇങ്ങനെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആദരവും അനാദരവും ഒക്കെ ഒരു ഭൂരിപക്ഷം തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഹിന്ദുക്കൾ മൃതദേഹം കത്തിക്കുന്നത് ഒരു അനാദരവാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു നമ്മൾ കൂടുതൽ ആളുകൾ ഭൂരിപക്ഷം പറയുന്ന ഒരു സംഗതി, ഭൂരിപക്ഷം ആചരിച്ചു വരുന്ന ആചാരങ്ങളെ നമ്മൾ മാനിക്കേണ്ട, ആ രീതിയിൽ വേണ്ടേ മൃതദേഹത്തെയും മാനിക്കാൻ, മൃതദേഹത്തെയും നമ്മൾ സംസ്കരിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബീഫ് നിരോധനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഭൂരിപക്ഷം അതാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ കമ്മ്യൂണിറ്റി അവർക്ക് വേണ്ടുന്ന രീതിയിൽ തീരുമാനിക്കുന്ന ആചാരങ്ങളാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ 2 വേർഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അപരിഷ്കൃതമാണെന്നുള്ള നമ്മളുടെ ഒരു ധാരണയിൽ നമ്മളവിടെ പോയി അന്വേഷിക്കുന്നതും, എന്നാൽ അവർ പറയുന്നത് നമ്മൾ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ജേർണലിസത്തിൻ്റെ ടൂളുകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 വേർഷനും നമ്മൾ ഇതിനകത്ത് ഒരുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൽക്കട്ടയിൽ സോനഗച്ചി പോകുമ്പോൾ ഈ ലൈംഗിക തൊഴിലിനെ കുറിച്ച് അവിടുത്തെ ഊർമി ബസു എന്ന് പറയുന്ന ഒരു NGO അവർ പറയുന്നത് ഈ ലൈംഗിക തൊഴിലാളികളെ മറ്റു തൊഴിലുകൾ കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അവരുടെ വശം. അതേസമയം അവിടുത്തെ ദർബാർ മഹിളാ സമന്വയ സമിതി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പോഷക സംഘടന, അവർ പറയുന്നത് ഇതൊരു തൊഴിലാണ്, മറ്റേതൊരു തൊഴിലും പോലൊരു തൊഴിലാണ്. ആ തൊഴിലിൽ നിൽക്കുന്നവർക്ക് ആ തൊഴിലിനുള്ള അവകാശങ്ങൾ കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ നിങ്ങൾ കുറഞ്ഞ കൂലി കിട്ടുന്ന മറ്റെന്തെങ്കിലും തൊഴിലിലേക്ക് പുനരധിവസിപ്പിക്കുകയല്ല വേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിലേത് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവിൽ ലൈംഗിക തൊഴിലിനെ കുറിച്ച് പറയുന്നത് ലൈംഗിക തൊഴിൽ ഒരു അപകടകരമായ, നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, അതിനകത്ത് കുറച്ച് അപകടമുണ്ട്, ആളുകൾക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ ലൈംഗിക തൊഴിലിനെതിരെ പറയുന്നവർ പൊതുവെ പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ സാധ്യതകളെല്ലാം എല്ലാ തൊഴിലിലും ഉണ്ട്. പക്ഷേ ആ തൊഴിലിലുള്ളവരെയൊന്നും നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ലൈംഗിക തൊഴിലുള്ളവരെ മാത്രമാണ് നമ്മൾ പുനരധിവസിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു സദാചാര പ്രശ്നമാണ്. നമുക്ക് സദാചാരപരമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഉത്തരം അറിയാത്തൊരു വിഷയമാണ്. ഈ ലൈംഗിക തൊഴിലാണോ അതോ അതിൽ നിന്ന് പുനരധിവസിപ്പിക്കുകയാണോ വേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ പുസ്തകത്തിൽ 2 കൂട്ടരും ഒരുപോലെ കേൾക്കുകയും 2 കൂട്ടരുടെ വാദഗതികളും ഒരുപോലെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പത്രപ്രവർത്തകൻ നിഷ്പക്ഷമായിട്ട് ചെയ്യേണ്ടുന്നതുപോലെ അത് 2 കൂട്ടരെയും കേൾക്കുക എന്നുള്ളതാണ്. എല്ലാ അധ്യായങ്ങളിലും നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുക്കാനാണ് അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നമ്മൾ എഴുതിയ എല്ലാതും നമ്മൾ എഴുതിയ അർത്ഥത്തിൽ തന്നെയാണോ ആളുകൾ എടുത്തത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ വളരെ രസകരമാണ്. ഇതിൽ ഒരു മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ മൻസൗർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. മൻസൗർ എന്ന് പറയുന്നത് ഒരു NHൻ്റെ സൈഡിലുള്ള ഒരു 2 സൈഡിലായിട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലൈംഗിക തൊഴിൽ എന്ന് പറയുന്ന ഒരു കുലത്തൊഴിലാണ്. അവിടുത്തെ ബാംചട കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമുദായത്തിൻ്റെ ഒരു കുലത്തൊഴിലാണ്. അവർ ജയ്പൂരിൽ നിന്ന് വന്നവരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്.
അവരെ രാജാവ് ഓരോ ദിവസം ഓരോ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഉപയോഗപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്തു. അവരെ ആരും രാജ്ഞിമാരാക്കിയില്ല. അപ്പോൾ അങ്ങനെ അവർ പരാതി പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് പറഞ്ഞു, ഇത് നിങ്ങളുടെ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഇത് നിങ്ങളുടെ കുലത്തൊഴിലാണെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അർമുണ്ടി മാതാജിയാണ് അവരുടെ ദൈവം. അർമുണ്ടി മാതാജിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ കുലത്തൊഴിൽ ചെയ്യുകയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അർമുണ്ടി മാതാജിക്ക് അവിടെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും ഇല്ല, ഒരു അമ്പലവും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇത് ഇവരെ ഈ തൊഴിലിൽ നിലനിർത്താൻ വേണ്ടി പണ്ട് കാലത്ത് ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവുക. പക്ഷെ അവരത് ഇപ്പോഴും വളരെ ഒരു വലിയൊരു അവർക്ക് കിട്ടിയൊരു വലിയ അംഗീകാരമായിട്ട് അവരിതിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൻസൗറിൽ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെല്ലാം അപേക്ഷിച്ച് മൻസൗറിൻ്റെ ഒരു പ്രത്യേകത, മൻസൗറിൽ ആൺഭ്രൂണഹത്യ നടന്നിരുന്നതായിട്ടാണ് പറയുന്നത്. അതിൻ്റെ കാരണം അവിടെ പെൺകുട്ടികളുള്ള വീടുകളിലാണ് വലിയ അഭിവൃദ്ധി കാണുന്നത്. ഇപ്പോൾ 4-5 പെൺകുട്ടികളുണ്ടെങ്കിൽ അത്രയും പെൺകുട്ടികൾ കുലത്തൊഴിൽ ചെയ്യുന്നു. അപ്പോൾ ആ വീടുകൾക്ക് അതിനനുസരിച്ച് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ ജനിക്കണം എന്നാണ് അവിടുത്തെ അമ്മമാർ, അവിടുത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് അവൾക്ക് പെൺകുട്ടി ഉണ്ടാവണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾ ഉണ്ടായതിൻ്റെ വിഷമം പറയുന്ന സ്ത്രീകളെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് അവരൊരു പരാതി പോലെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങളവിടെ ഒരു ക്ലയൻ്റായിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. ഒരു സ്ത്രീയെ വാടകയ്ക്കെടുത്ത് അവരോട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പെൺകുട്ടി വളരെ ഒരു പരിഭവിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഡോക്ടർമാർ ഇത് ഏതാണെന്ന് പറയുമായിരുന്നു, ഈ കുട്ടി ഏതാണെന്ന് നേരത്തെ സ്കാൻ ചെയ്ത് പറയുമായിരുന്നു. ഇപ്പോൾ അത് പറയുന്നില്ല. അതുകൊണ്ട് കുറേ ആൺകുട്ടികൾ ജനിച്ചു പോകുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഭ്രൂണം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധന നിരോധിച്ചത് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ പെൺഭ്രൂണഹത്യ കൂടി വന്നൊരു കാലത്താണ്. പെൺഭ്രൂണഹത്യ ഇന്ത്യയിൽ വ്യാപകമായതുകൊണ്ടാണ് അതിനെതിരെ സർക്കാർ നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഈ മൻസൗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആൺകുട്ടികൾക്ക് അത് രക്ഷയായി എന്ന് വേണം പറയാൻ. കാരണം ആൺകുട്ടികളെ കൊല്ലാൻ, ആൺഭ്രൂണങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ സ്ത്രീകൾക്ക്. അപ്പോൾ ഈ ശരിക്ക് നമ്മൾ ഉണ്ടാക്കിയൊരു നിയമം നേരെ തിരിച്ച് വേറൊരു കൂട്ടർക്ക് രക്ഷയാവുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല വേദികളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല പ്രശ്നം, പുരുഷന്മാർക്കും ഉണ്ട്. അതിന് ഒരു ഉദാഹരണമായിട്ട് ഈ മൻസൗറിലെ ആൺഭ്രൂണഹത്യയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പുരുഷന്മാരെക്കുറിച്ച്, അവിടുത്തെ പുരുഷന്മാർക്ക് വിലയില്ലാത്തതിനെക്കുറിച്ച് ഒക്കെ, അവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടത്ര ഒരു അംഗീകാരമോ വിലയൊന്നും ഇല്ല നാട്ടിലിപ്പോൾ. ഞങ്ങളതിനകത്ത് ഒരു സ്ത്രീയുമായിട്ട്, ഞാനവിടെ ചെന്ന ഒരു സ്ത്രീയുമായിട്ട് ഈ വില പേശുമ്പോൾ അവരുടെ ഞാനവരെ കസ്റ്റമറായിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോൾ അതിനുവേണ്ടി വില പേശുന്ന സമയത്ത് അവിടെ തർക്കം ഉണ്ടായ സമയത്ത് പുരുഷന്മാരെല്ലാം അവിടെ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട്. അവർ സൈക്കിളെടുത്ത് സ്ഥലം വിടുന്നുണ്ട്. അവർക്ക് ഈ തർക്കങ്ങളിൽ ഇടപെടാനൊന്നും അവർക്ക് താല്പര്യമില്ല, വയ്യ അവർക്ക്. അങ്ങനെ ഒരു നേച്ചറാണ് അവർക്ക്. വേറൊരു ജോലിക്കും അവർ പോകുന്നുമില്ല. അപ്പോൾ പുരുഷന്മാരെ ഒരു തരത്തിലും വില കൽപ്പിക്കാത്തൊരു നാടാണ്. അപ്പോൾ അത് പലരും പറയാറുണ്ട്, പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടുള്ള നാട് ഉണ്ട്, അല്ലെങ്കിൽ ആൺഭ്രൂണഹത്യ നടക്കുന്ന നാട് ഇന്ത്യയിലുണ്ട്, അത് നിങ്ങൾക്ക് മറ്റേ ഈ പുസ്തകം മതപ്പാടുകൾ വായിച്ചാൽ അറിയാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അവിടെ ആൺഭ്രൂണഹത്യ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതും ഈ സ്ത്രീയെ ഒരു എന്താ പറയുക, ഒരു ചരക്കായിട്ട് കാണുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് അവിടെ ആൺഭ്രൂണഹത്യ പോലും നടക്കുന്നത്. പക്ഷേ ആ രീതിയിലല്ല പലപ്പോഴും അത് വ്യാഖ്യാനിച്ച് കാണാറുള്ളത്. അതുപോലെ അതിനേക്കാൾ രസകരമായൊരു സംഭവം, ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വൃന്ദാവനിലെ രാധമാരെക്കുറിച്ചൊരു അധ്യായമുണ്ട്. വൃന്ദാവനിലെ രാധമാർ അവർ ബംഗാളിൽ നിന്ന് കയറി വരുന്നവരാണ്. ഐ മീൻ അവിടെ ബംഗാളിൽ സതി നിരോധിച്ചപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സതി നിരോധിച്ചു. പക്ഷേ സതി നിരോധനം ഉൾക്കൊള്ളുന്ന ഒരു മാനസിക വലിപ്പം ആളുകൾക്കില്ലാത്തതുകൊണ്ട് അവർ വീടുകളിൽ ഈ സ്ത്രീകളെ ഒന്നിലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുമായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ സാമൂഹികമായ ചടങ്ങുകളിലൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാവരും ഈ വൃന്ദാവനിലേക്ക് കയറി വരികയാണ്. ഈ വിധവകളായ സ്ത്രീകൾ ഭൂരിഭാഗം അവർ ഈ വൃന്ദാവനിൽ വന്നിട്ട് രാധമാരായിട്ട് കൃഷ്ണഭക്തകളാണെന്ന് പറഞ്ഞ് വന്ന് കൃഷ്ണഭക്തകളായിട്ട് ഇവിടെ ഭജനയൊക്കെ നടത്തി ജീവിക്കുകയാണ് വൃന്ദാവനിൽ. അപ്പോൾ ശരിക്ക് വിധവകളുടെ വലിയൊരു സംഖ്യ ഇവിടെയുണ്ട്. ബംഗാളിലെ വിധവകളുടെ വലിയൊരു സംഖ്യ യു പിയിലെ വൃന്ദാവനിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു
ഒരു മുസ്ലിം മതപണ്ഡിതൻ അവരുടെ ഒരു സമ്മേളനത്തിൽ, ഏത് സമ്മേളനം എനിക്കറിയില്ല, സമ്മേളനത്തിൽ പറയുന്നു, ഈ വിധവകളായ സ്ത്രീകളെ മറ്റ് പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് അവരനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം. ഇപ്പം സ്ത്രീകൾ ഇങ്ങനത്തെ പീഡനം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നത്. ബഹുഭാര്യത്വം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഈ വൃന്ദാവനിലെ സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് പിടികിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകത്തെ പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് അതല്ലാതെ വേറൊരു രീതിയിൽ ഒരു ചൂഷണത്തിനുള്ള സാധ്യതയാണ് അവർ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുത്തുകാരന് റോളില്ല എന്ന് പറയും. പക്ഷേ ഇതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുത്തുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രസകരമായ സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ ഓർത്തു പോവുകയാണ്. തമിഴ്നാട്ടിൽ തന്നെ ഒരു രസകരമായ എന്ന് പറയാവുന്നറിയില്ല, പേടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് തലയിൽ തേങ്ങയേറ് എന്ന് പറയുന്നത്. തലയിൽ തേങ്ങയേറ് എന്ന് പറയുന്നത് നമ്മൾ ഈ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ തലയിൽ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്നൊരു ചടങ്ങാണ്. അത് ആടി 19 നടക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ഓഗസ്റ്റ് 4, 5 ആ സമയത്തൊക്കെ വരുന്നൊരു ചടങ്ങാണ്, എല്ലാ വർഷവും വരുന്നതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ, ആ ദിവസം ക്ഷേത്രത്തിൽ സ്ത്രീകൾ മാത്രമല്ല, അത് പുരുഷന്മാരും പങ്കെടുക്കുന്ന ചടങ്ങാണ്. പക്ഷേ കൂടുതലും സ്ത്രീകളാണ് ഇരിക്കുന്നത്. അവർ നിരന്നിരിക്കും. എന്നിട്ട് ഒരു പൂജാരി വന്നിട്ട് ഈ പൂജിച്ചതെന്ന് പറയുന്ന നാളികേരം എടുത്ത് ഈ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചതായിരിക്കും, അതെടുത്ത് തലയിലെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അരോചകവും ഭയങ്കര ഭീതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ ഇരിക്കുന്ന സ്ത്രീകളുടെ കുട്ടികളൊക്കെ തൊട്ടപ്പുറത്ത് മറ്റ് അവരുടെ ബന്ധുക്കളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ പേടിച്ച് നിലവിളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവരുടെ തലയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തല പൊട്ടി ചോര വരും. ഈ തല പൊട്ടുന്നതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ ക്ലിനിക്കുകൾ തുറന്നിട്ടുണ്ടാവും. ഈ ക്ലിനിക്കുകളിൽ ഡോക്ടറും നഴ്സുമാരും ഉണ്ടാവും. ഈ ക്ലിനിക്കുകളിൽ പരിഹരിക്കാൻ പറ്റാത്ത വലിയ പൊട്ടലുകൾ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ആംബുലൻസ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളെല്ലാം തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കി നിർത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. രണ്ടാമത് ഞങ്ങൾ വീണ്ടും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ പോയി, കഴിഞ്ഞ വർഷം അവിടെ പോയി. അപ്പോൾ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ ആളുകളെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ടൊരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ. അദ്ദേഹം പരിപാടി കഴിയാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം യൂണിഫോമോട് കൂടിയിട്ട് ആ ഒരു വരിയുടെ അറ്റത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലും കൊണ്ടുവന്ന് തേങ്ങ ഉടയ്ക്കുന്നുണ്ട്. അന്നും ഏതാണ്ട് 700-800 പേര് ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഓരോ വർഷവും 800 പേരൊക്കെ ഈ ചടങ്ങിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചതിയിലും ഒരു വഞ്ചന ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ നാളികേരത്തിൽ എറിയുന്ന നാളികേരത്തിൻ്റെ നടുക്കൊരു വര വരച്ചിട്ടുണ്ട്, ഒരു കത്തി കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് ആ നാളികേരത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ. അപ്പോൾ അത് തലയിൽ വന്ന് തട്ടുമ്പോൾ ആ വരയിലൂടെയാണ് അത് പൊട്ടിപ്പിളരുന്നത്, നടുക്ക് വെച്ച് പൊട്ടിപ്പിളരുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഫോഴ്സ് തലയിൽ ഭയങ്കരമായ മുറിവുണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ നോക്കിയിരുന്ന കാണാൻ ഭൂരിഭാഗം പേരുടെ തലയിലും ഈ മുറിവുണ്ടാവുകയും ചോര വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ചോര വരുമ്പോൾ ഉടനെ തന്നെ മഞ്ഞളിട്ട് പൊത്തും. പക്ഷേ ഈ മഞ്ഞളിട്ട് പൊത്തി അതിലൂടെയും ചിലരുടെ ചോര വരുന്നത് കാണാം. അപ്പോഴാണ് ക്ലിനിക്കിൽ പോകുന്നത്. എന്നിട്ട് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഡോക്ടർമാരൊക്കെ കൂടി ചേർന്ന് ഈ മുടിയെല്ലാം പെറുക്കി അവിടെ മരുന്നൊക്കെ പുരട്ടി ഒക്കെ സുഖപ്പെടുത്താന്ന് പറഞ്ഞുകൂടെ മരുന്നൊക്കെ പുരട്ടി അവർക്ക് ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ചടങ്ങുകൾ പകർത്താൻ പോകുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഈ തമിഴ്നാട്ടിലെ ഒരു അനാചാരം നമ്മൾ പകർത്താൻ പോകുമ്പോൾ റിസ്ക് ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു പൂരം പകർത്താൻ ഒരു BBC-യുടെ മറ്റോ ഒരു ക്യാമറമാൻ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കും. നമ്മളത് വലിയൊരു അംഗീകാരമായിട്ട് നമ്മളെടുക്കുക. ദൂരെ നിന്ന് വന്നിട്ട് ഒരാൾ നമ്മുടെ ഉത്സവം പകർത്തുന്നു. അപ്പോൾ അതുപോലെ മറ്റൊരു സംസ്ഥാനത്തു നിന്ന് ഒരാൾ വന്ന് പകർത്തുന്നു എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് അവിടെ അംഗീകാരം കിട്ടിയത്. ഈ മതപ്പാടുകളിലുള്ള മറ്റൊരു അധ്യായമാണ് ഈ ഭൂതഭാവികളുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് മലയാളികൾക്ക് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് തോന്നുന്നില്ല. കാരണം അത് സിനിമയിലൂടെയും അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്ന ഫീച്ചറുകളിലൂടെയൊക്കെ നമുക്ക് പരിചിതമാണ് മലയാളികൾക്ക്. അപ്പോൾ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്താണ്? നമ്മളുടെ പേരും നാളും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരും നാളും ഒക്കെ എഴുതിയ ഒരു താളിയോല അവിടെ തമിഴ്നാട്ടിൽ ഇരിക്കുന്നു എന്നാണ് നമ്മൾ വൈത്തീശ്വരം കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജ്യോതിഷിയുടെ ആശ്രമത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
സത്യത്തിൽ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ആ കൗതുകത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ശരിക്ക് വൈത്തീശ്വരം കോവിലേക്ക് പോകുന്നത്. പക്ഷേ വൈത്തീശ്വരം കോവിലിൽ നടക്കുന്നത് എന്താണ്, അവർ കുറേ താളിയോലകൾ എടുത്തുകൊണ്ട് വരുന്നു. ഒരു 19 താളിയോലകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ നമ്മളുടെ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ പേര് ആയിലാണോ ഈയിലാണോ തുടങ്ങുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മൾ നോ പറയുന്നതിനനുസരിച്ച് അവർ ഓരോ താളിയോല മാറ്റി വയ്ക്കുന്നു. അവസാനം നമ്മളിപ്പോൾ ആയിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവർ കുറേ പേരുകൾ പറയും. അതിൽ ഏതെങ്കിലും ആണോ ചോദിക്കും. അല്ല എന്ന് പറയുമ്പോൾ അവർ ഒരു താളിയോല മാറ്റി വയ്ക്കും. നമ്മൾ ആണെന്ന് പറയുമ്പോൾ അവർ താളിയോല മാറ്റി വയ്ക്കാതെ പിടിച്ചു നിൽക്കും. ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ താളിയോല മാറ്റും. ഒരു തരം അശ്വമേധം കളി. എന്നിട്ട് അവർ കുറേ ചോദ്യങ്ങളിലൂടെ നമ്മുടെ അച്ഛൻ്റെ പേര് കണ്ടുപിടിക്കും, ഇതേപോലെ അമ്മയുടെ പേര് കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ പേരും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരാണ് അവർ കണ്ടുപിടിക്കുന്നത് ഈ റിവേഴ്സ് ക്വിസിലൂടെ. അതിന് മുമ്പ് തന്നെ അവർ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷനും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മേടിച്ചിരിക്കും. അത് മേടിച്ചിട്ടാണ് അവർ പോയി ഈ കുറേ ഒരു കെട്ട് താളിയോല കൊണ്ടുവരുന്നതും ഈ റിവേഴ്സ് ക്വിസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രായം ഒക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതോടെ. പിന്നെ അവർ വളരെ ബുദ്ധിപരമായിട്ട് വിവാഹം കഴിഞ്ഞു ഇല്ലയെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു 10-30 വയസ്സ് കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതാണ് പ്രശ്നം എന്ന് അവർക്ക് ഏതാണ്ട് പിടികിട്ടും. അവർ ഊഹിക്കും. ഇനി അതല്ല ജോലി ആയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ താളിയോല കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ ആ താളിയോല വായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ വായിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരും ജയഗോവിന്ദൻ മകൻ അരുൺ എഴുത്തച്ഛൻ ജാതകം വൈത്തീശ്വരൻ എഴുതിയതിൻ പടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. പിന്നെ അവർക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അവർ അടുക്കും ചിട്ടയായിട്ട് അങ്ങ് വായിക്കും. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഈ താളിയോലയിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവർ റിവേഴ്സ് ക്വിസിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. ഈ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വായിക്കുമ്പോൾ നമ്മളോട് റെക്കോർഡ് ചെയ്തോളാൻ പറയും. ഞാൻ വായിക്കുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്തോന്ന് പറയും. ആ റെക്കോർഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത സാധനം ഒരാളെ കേൾപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഞെട്ടും. കാരണം ഒരു താളിയോലയിൽ കൃത്യമായിട്ട് ഈ പോയ ആളുടെ എല്ലാ വിവരങ്ങളും എഴുതി വെച്ചിരിക്കുന്നല്ലോ എന്ന് അവർക്ക് തോന്നും. അതിന് മുമ്പ് കിടക്കുന്ന റിവേഴ്സ് ക്വിസ് നിങ്ങൾക്ക് പകർത്താൻ പറ്റില്ല. നിങ്ങൾ ക്യാമറയിൽ പകർത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനോ പറ്റില്ല. ഞങ്ങളത് ഹിഡൻ ക്യാമറയൊക്കെ വെച്ച് ഞങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ നോർമലി അവരതിന് സമ്മതിക്കില്ല. ഇതാണ് ശരിക്ക് വൈത്തീശ്വരം കോവിലിൽ സംഭവിക്കുന്നത്. ജ്യോതിഷം ഏതായാലും അത് ശരിയാക്കുന്നത് നമ്മളാണ്, നമ്മുടെ ബ്രെയിനാണ് ശരിയാക്കുന്നത്. ജ്യോതിഷിക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവർ നിങ്ങളുടെ ഭാവി പറയും. നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയും. നിങ്ങളുടെ ഭൂതവും പറയും. അത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നതായിരുന്നു എന്ന് പറയും. അതല്ല എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിലും ജ്യോതിഷിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. ജ്യോതിഷിയുടെ റിസ്ക് എന്ന് പറയുന്നത്, നാഡി ജ്യോതിഷിയുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ നിങ്ങളോട് റിവേഴ്സ് ക്വിസ് നടത്തിയിട്ട് നിങ്ങളുടെ പേര് കണ്ടുപിടിക്കുക, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് കൃത്യമായി ഓർത്ത് വെച്ച് ഒരു ഓലയിലുണ്ട് എന്നുള്ളതുപോലെ വായിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പ്രധാനമായിട്ടും ഊന്നിയിരിക്കുന്നത് ദേവദാസികളുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവർ എങ്ങനെ ആ തൊഴിലിലേക്ക് ആ ദേവദാസികളാക്കപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെ ലൈംഗിക തൊഴിലേക്ക് എത്തപ്പെടുന്നു, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫ് എങ്ങനെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള അന്വേഷണം. അതല്ലാതെ മറ്റു വിഷയങ്ങളും വരുന്നുണ്ട്, മറ്റ് ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ദേവദാസികളെക്കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവദാസി സമ്പ്രദായം ഉണ്ട് എന്നറിയുമ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് അത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഏതാണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തിലാണ്, മാഘമാസത്തിലാണ്, കന്നഡയിലെ മാഘമാസം, നമ്മൾക്ക് ഇവിടെ ജനുവരി ഓർ ഫെബ്രുവരി ഒക്കെയാണ് വരിക. ആ മാസത്തിലെ ഈ വെളുത്ത വാവ് ദിവസമാണ്, പൗർണമി ദിവസമാണ് അത് ദേവദാസിയാക്കൽ ചടങ്ങ് കർണാടകയിൽ നടന്നിരുന്നത് പണ്ട്. അത് പണ്ട് നടന്നിരുന്നതാണ്. 82-ൽ അത് നിരോധിച്ചതാണ്. പക്ഷേ 82-ൽ നിരോധിച്ച ശേഷവും അത് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് ഈ മംഗലാപുരത്ത് 2008-ൽ കാണുന്ന സ്ത്രീ അവരെ ദാവൻകരയിൽ പണ്ട് ദേവദാസിയാക്കിയതാണെന്ന് പറയുന്നത്. 82 നിരോധിച്ചെങ്കിൽ അവരെ ദേവദാസിയാക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യാത്രയിൽ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടു. കാരണം അന്ന് അവിടെ ഈ കുട്ടികളെ, ഈ പെൺകുട്ടികളെ ധാരാളമായിട്ട് ഈ കാളവണ്ടികളിലൊക്കെ കൊണ്ടുവരികയും
ഈ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. രക്ഷിതാക്കൾ തന്നെ, രക്ഷിതാക്കളും അല്ലാതെ ചില വേറെ കുറച്ച് മുതിർന്ന ആൾക്കാരുമൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമുക്കതിനെ പിന്തുടർന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്നും കാണാൻ അന്ന് സംവിധാനം ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ എല്ലാം ബോർഡുകൾ വെച്ചിരുന്നു, ദേവദാസി സമ്പ്രദായം നിരോധിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ചില ബോർഡുകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അത് തന്നെ ആ സമ്പ്രദായം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. പക്ഷേ ഈ ബോർഡുകളൊക്കെ ഉണ്ടെങ്കിലും ഈ സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം ആ സമയത്തെല്ലാം ഈ 2008, 2015 വരെയുള്ള കാലത്തെല്ലാം ഈ മാഘപൗർണമി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ ഹിന്ദു പത്രത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പൊതുവെ കർണാടകയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ദേവദാസിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള, അതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ സ്ഥിരം വരുമായിരുന്നു. പക്ഷേ ദേവദാസി സമ്പ്രദായം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വീടുകളിൽ ഈ പറഞ്ഞ പോലെ ഈ കാമാക്ഷിയുടെ കേസ് പോലെ നടക്കുന്നുണ്ടാകും. പക്ഷേ ഈ കോടതി ഉത്തരവ് കൊണ്ടുണ്ടായ ഒരു മെച്ചെന്ന് പറയുന്നത് ഇതൊരു തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു ബോധം വീട്ടുകാരുടെ ഇടയിലെങ്കിലും, കാരണം ഈ സമ്പ്രദായം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം, പക്ഷേ അതല്ലാത്ത വീട്ടുകാരുടെ ഇടയിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കോടതി ഉത്തരവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ അനൗൺസ്മെൻറ്റ് നടത്തും. ഈ ദേവദാസി സമ്പ്രദായം തെറ്റാണെന്നും അത് ശിക്ഷാർഹമാണെന്നും പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് അവിടെ ഈ ദിവസങ്ങളിൽ, ഈ മാഘപൗർണമി ദിവസങ്ങളിൽ ദാവങ്കരയിലും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഉച്ചങ്കിമല ക്ഷേത്രത്തിന് ചുറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ബാനറുകൾ ധാരാളമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഈ ദേവദാസി സമ്പ്രദായം നിരോധിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്ക് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് ദേവദാസി സമ്പ്രദായം നിരോധിച്ച ശേഷം കർണാടകയിൽ ചൈൽഡ് മാരേജിൽ, ശൈശവ വിവാഹത്തിൽ വലിയ വർധന ഉണ്ടായതായിട്ടാണ് അവിടുത്തെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കണക്കുകൾ പറയുന്നത്. അതായത് പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, പ്രായം ചെന്ന ആളുകൾക്കും മറ്റുമൊക്കെ വിവാഹം കഴിപ്പിച്ച് അവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ബേസിക്കലി അത് ദാരിദ്ര്യമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ശൈശവ വിവാഹം ഭയങ്കരമായിട്ട് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ഒരു മൂല കാരണം നമ്മൾ അവസാനിപ്പിക്കാതെ ഈ നിയമപരമായ ഒരു നിരോധനം വരുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് അത്. എന്നുവെച്ചാൽ നിയമപരമായ ആ നിരോധനം തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ മൂലകാരണം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ ശൈശവ വിവാഹം അവിടെ കൂടുന്നത്. അത് മതപ്പാടുകളത് കൃത്യമായിട്ട് ആ സാമൂഹിക വകുപ്പുമായിട്ട് സംസാരിച്ചിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു വശത്തിൻ്റെ മറ്റൊരു വശം ഉണ്ടായിരിക്കും. ഈ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കഥയാണ് ഹിരേ സിന്ദോഗിയിലെ സ്ത്രീകളുടേത്. അത് ഹിരേ സിന്ദോഗിയിലെ പെൺജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് മതപ്പാടുകളിലൊരു അധ്യായം തന്നെയുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം ദേവദാസി സമ്പ്രദായം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ദാരിദ്ര്യം തുടച്ചു നീക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമ്പ്രദായം എടുത്തു പോകേണ്ടതല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെയാണ് ഈ വിശ്വാസത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു അപകടം കിടക്കുന്നത്. നമ്മളത് ഹിരേ സിന്ദോഗിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഹിരേ സിന്ദോഗിയിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാദിക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾ വിവാഹം കഴിക്കില്ല. പക്ഷെ അവർ ഉയർന്ന അവിടുത്തെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ, മുന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യും. അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, പക്ഷേ അവർ കുട്ടികളെ പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരുന്നതാണ്? അത് ആ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ആചാരമാണത്. ഈ മാദിക സ്ത്രീകൾ വിവാഹം കഴിക്കരുത് എന്നുള്ളത് മറ്റേതോ കാസ്റ്റുകാരുണ്ടാക്കിയ ഒരു ആചാരമാണ്. അപ്പോൾ അതിന് മാദിക കമ്മ്യൂണിറ്റിക്കാർ നിന്ന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം കൊണ്ടായിരിക്കും. ആ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടും മറ്റുമായിരിക്കും അതിന് അന്ന് സമ്മതിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും ഈ ഹിരേ സിന്ദോഗിയിൽ അങ്ങനെ തന്നെയാണ് തുടരുന്നത്. മാദിക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പോഴും വിവാഹം കഴിക്കുന്നില്ല. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഡോക്ടർമാരും അധ്യാപകരും ഒക്കെ ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്. പക്ഷേ അവരും ആരും വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ അവരെ വിവാഹം കഴിക്കാൻ മറ്റാളുകളും തയ്യാറല്ല, മറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളും തയ്യാറല്ല. കാരണം ആ കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകൾ വിവാഹം കഴിക്കരുതെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തെ തെറ്റിക്കാൻ മറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്കും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കും, അവിടുത്തെ ദാരിദ്ര്യമൊക്കെ എടുത്തു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നന്നായി പഠിച്ച് ജോലി കിട്ടിയ ആളുകളുണ്ട്, പക്ഷേ അവർക്ക് പോലും ആ വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഈ നമ്മൾ ദാരിദ്ര്യം കൊണ്ടാണ് ഒരു ആചാരം ആരംഭിക്കുന്നതെങ്കിലും ദാരിദ്ര്യം തുടച്ചു നീക്കുമ്പോൾ ആ ആചാരം ഇല്ലാതാവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഹിരേ സിന്ദോഗിയിലെ പെൺജീവിതങ്ങൾ എന്ന് പറയുന്നത്.
ഈ മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ദീർഘമായ അധ്യായമാണ് ഈ നിറതോക്കുകൾക്ക് നടുവിൽ എന്ന് പറയുന്ന അതിൻ്റെ അവസാനത്തെ അധ്യായം. അത് മുംഗേറിനെ കുറിച്ചാണ്. മുംഗേറിലെ തോക്ക് നിർമ്മാണത്തെക്കുറിച്ചാണ് ആ അധ്യായം. ഈ മുംഗേർ ഏറെ പേര് കേട്ടൊരു സ്ഥലമാണ്. ഈ നക്സലുകൾക്കും മറ്റുമൊക്കെ തോക്ക് കൊടുക്കുന്നത് മുംഗേറിൽ നിന്നാണ് കൂടുതലായിട്ടും. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാറിൽ തന്നെ പല മേഖലകളിലേക്കൊക്കെ അനധികൃതമായിട്ട് തോക്കുകൾ കയറിപ്പോകുന്നുണ്ട് മുംഗേറിൽ നിന്ന്. ആക്ച്വലി മുംഗേർ ലൈസൻസ്ഡ് തോക്ക് നിർമ്മാതാക്കളുടെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈസൻസുള്ള തോക്ക് നിർമ്മാതാക്കളുടെ ഇരട്ടിയോളം തന്നെ അനധികൃത തോക്ക് നിർമ്മാതാക്കളും മുംഗേറിലുണ്ട്. മുംഗേറിന് ഒരു രാഷ്ട്രീയപരമായും ഭൂമിശാസ്ത്രപരമായും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ തോക്ക് നിർമ്മാതാക്കൾ അവിടെ വരുന്നതിന്. ആ ഗംഗയുടെ കിടപ്പ്, ഗംഗ രണ്ടായി ഒഴുകുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സ്ഥലം, ഇതൊക്കെ മുംഗേറിനെ ഈ അനധികൃത തോക്ക് നിർമ്മാണത്തിന് അല്ലെങ്കിൽ തോക്ക് നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. ഈ തോക്ക് നിർമ്മാണം നമ്മൾ ലീഗൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അങ്ങനെ പറയുന്നതിന് ഒരു പൊരുത്തക്കേടൊക്കെ ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ആദ്യം നമ്മളൊരു ഇല്ലീഗൽ തോക്ക് മേടിക്കാൻ ഒരാളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ഇല്ലീഗൽ തോക്ക് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്താണ് ഈ ഇല്ലീഗലും ലീഗലും, ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഒരുപോലെ തന്നെയാണ്. ഇത് ഇല്ലീഗലും ആക്കിയത് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ്. അതിനകത്ത് തോക്ക് രണ്ടും പൊട്ടുന്നത് ഒരുപോലെ തന്നെയാണെന്നൊക്കെ, അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരുപോലെ തന്നെയാണെന്നൊക്കെ പുള്ളി വളരെ കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആക്ച്വലി മുംഗേറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്, എനിക്ക് ഈ ദേവദാസികളുടെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിനൊരു ഫെലോഷിപ്പ് കിട്ടിയപ്പോഴാണ്. ആ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ ബീഹാറിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തകൻ, സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പഠന വിഷയം ഈ അനധികൃത തോക്ക് നിർമ്മാതാക്കളെക്കുറിച്ചായിരുന്നു. അതായത് സർക്കാർ ഒരു ദിവസം തോക്ക് നിർമ്മാണത്തിന് ലൈസൻസ് ഏർപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് ഇല്ലീഗൽ തോക്ക് നിർമ്മാതാക്കളായി പോയ ആളുകളെക്കുറിച്ചായിരുന്നു പുള്ളിയുടെ പഠനം. അപ്പോൾ അതൊരു കൗതുകം ഉണ്ടാക്കി എനിക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളൊരു കൗതുകം തോന്നുകയും അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ സഹായം തേടുമായിരുന്നു. പുള്ളി എന്നെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. കുറേ തവണ ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളി അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. ആ സമയത്താണ് കോതമംഗലത്ത് മാനസ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നത് കോതമംഗലത്ത്. അപ്പോൾ അത് മുംഗേറിൽ നിന്നുള്ള തോക്കാണെന്ന് പോലീസ് കണ്ടെത്തുകയും മുംഗേറിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും മുംഗേർ തോക്കിനെ കുറിച്ച് ഞാൻ സിദ്ധാർത്ഥിനോട് അന്വേഷിച്ചു. പക്ഷേ ആ സമയത്ത് സിദ്ധാർത്ഥ് വളരെ ബുദ്ധിപരമായിട്ട് കാലുമാറി. ഞാൻ കാലുമാറിയെന്ന് നമ്മൾ പറയാൻ പാടില്ല, കാരണം പുള്ളിയുടെ നാടാണത്. പുള്ളിക്ക് റിസ്ക് ഉണ്ട് നമുക്ക് വിവരം തരുന്നതിൽ. അപ്പോൾ പുള്ളി എന്നെ കൊണ്ടുവന്ന് പറഞ്ഞ പുള്ളി മെല്ലെ ഫോൺ എടുക്കാതായി. അപ്പോൾ ആ വാശിപ്പുറത്താണ് നമ്മൾ മുംഗേറിലേക്ക് പോകുന്നത്. പക്ഷേ മുംഗേറിൽ ഇപ്പോൾ സിദ്ധാർത്ഥ് കാലുമാറിയത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. കാരണം മുംഗേറിൽ ഇല്ലീഗൽ തോക്കുകളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ തോക്ക് കയ്യിലില്ലാത്തവരില്ല. കുറേ പേർക്കൊക്കെ ലൈസൻസ് ഉണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ലാതെയും തോക്ക് കയ്യിൽ വയ്ക്കുന്നവരുണ്ട്. ലൈസൻസ് ഉള്ളത് തോക്കിന് പുറമേ വേറെ തോക്കുകൾ ഇല്ലീഗലായിട്ട് കയ്യിൽ വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയാണ് മുംഗേറിൻ്റെ ഒരു കിടപ്പ്. അവിടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഓരോ കവലയിലും തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പ്രതിമകൾ കാണാം. അതുപോലെ തന്നെ തോക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള കടകൾ കാണാം. കടകൾ അവിടെ ലൈസൻസുള്ള കടകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ തോക്ക് മേടിക്കാൻ, ഒരു ഇല്ലീഗൽ ആയിട്ട് തോക്ക് ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളത് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ലീഗൽ എന്നൊക്കെ നിങ്ങളെങ്ങനെയാണ് വേർതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് പൊട്ടിയ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി നമുക്ക് പൊട്ടിക്കാൻ തരുന്നുണ്ട്. നമ്മളത് തോക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടേക്ക് തോക്ക് മേടിക്കാൻ രണ്ടാമത്തെ ദിവസം പോയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. ആളുകൾ സംഘടിച്ച് വരികയും നമ്മൾ തോക്ക് മേടിക്കാൻ വന്നത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇല്ലീഗൽ തോക്ക് നിർമ്മാതാക്കൾ അത്രയും വിജിലൻ്റാണ്. കാരണം ആളുകൾ വരുന്നത് തോക്ക് മേടിക്കാൻ തന്നെയാണ് എന്ന് അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവിടെ പോലീസിന് അങ്ങനെ കയറി ഇടപെട്ടിട്ട് ഇല്ലീഗൽ തോക്ക് നിർമ്മാണത്തെ ഇല്ലാതാക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഓരോ വീട്ടിലും തോക്കിൻ്റെ ഓരോ പാർട്സാണ് ഉണ്ടാക്കുന്നത്. ഒരു വീട്ടിലുണ്ടാക്കുന്ന പാർട്സ് അല്ല വേറൊരു വീട്ടിലുണ്ടാക്കുന്നത്. എന്നിട്ട് ഇവരിതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നേരത്തെ പറഞ്ഞ ഗംഗ വഴിമാറി ഒഴുകുന്ന, രണ്ടായി പിരിഞ്ഞൊഴുകുന്ന അവിടുത്തെ മണൽത്തിട്ടകളിൽ കൊണ്ടുവന്നിട്ടാണിത് അസംബിൾ ചെയ്യുന്നത്. ദയാറ എന്ന് പറയും. അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടി മുംഗേറിനുണ്ട്. ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി മുംഗേറിനെ തോക്ക് നിർമ്മാണത്തിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവർ അസംബിൾ ചെയ്യുകയും എന്നിട്ട് അവിടുന്ന് വേണ്ട ആളുകൾക്ക് കയറ്റി വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ പ്രധാന ഉപഭോക്താക്കൾ നക്സലുകളൊക്കെയാണ്. പക്ഷേ ഇതിൽ വേറൊരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ലൈസൻസ്ഡ് തോക്ക് നിർമ്മാതാക്കളെ ഒരുപാട് പേരെ കണ്ടു.
പക്ഷെ അവരാരും ഈ ഇല്ലീഗൽ തോക്ക് നിർമ്മാണത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇല്ലീഗൽ തോക്ക് നിർമ്മാണം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. കാരണം മുങ്കേർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ തോക്ക് നിർമ്മാണത്തിലൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് ഇല്ലീഗൽ തോക്ക് നിർമ്മാതാക്കളും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതവിടെ നിന്നോട്ടെ എന്നാണ് ലീഗൽ ആയിട്ട് തോക്ക് നിർമ്മിക്കുന്ന ആൾക്കാരും കരുതുന്നത്. കാരണം ഒരു തോക്ക് മേടിച്ചത് മുങ്കേർ നിന്നാണെന്ന് പറയുമ്പോൾ, അതിപ്പോൾ ഇല്ലീഗലായിട്ട് മേടിച്ചാണെങ്കിലും ലീഗലായിട്ട് മേടിച്ചാണെങ്കിലും മുങ്കേർ നിന്ന് മേടിച്ചാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ബ്രാൻഡ് വാല്യൂ, അതിന് മുങ്കേറുകാർ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ സർക്കാരിൻ്റെ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് കാണാതായ തോക്കുകൾ പോലും മുങ്കേറിൽ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ട് അവിടുന്ന് കണ്ടെടുത്തിട്ടാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്, നക്സലുകൾക്ക് കൊടുക്കുന്നത് പറയുന്നത്. കാരണം ഈ ഒരു ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് മോഷ്ടിച്ച തോക്കിന് പോലും ഒരു വാല്യൂ കിട്ടണമെങ്കിൽ അത് മുങ്കേറിൽ വന്ന് മുങ്കേർ തോക്കായി മാറണം എന്നുള്ളതാണ്. അത് സത്യമാണ്, മുങ്കേറിന് അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുങ്കേറിൽ ഈ ലൈസൻസ്ഡ് തോക്കുണ്ടാക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലേക്ക് ശരിക്കും പുറമേ നിന്നുള്ള ആളുകൾക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ ഒരു തോക്ക് നിർമ്മാതാവിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി അവരൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 36 ഫാക്ടറികൾ യൂണിറ്റുകളാണുള്ളത്. അതിൽ പലതും അടച്ചു പോയിരിക്കുന്നു. ഈ തോക്ക് മേടിക്കുന്നതിലെ ലൈസൻസ് ഒക്കെ കർക്കശമാക്കിയതുകൊണ്ട് ആണെന്ന് അവർ പറയുന്നു. പല യൂണിറ്റുകളും അടച്ചു പോയിരിക്കുന്നു. വളരെ അപൂർവം യൂണിറ്റുകൾ മാത്രമേ ഇപ്പോൾ തോക്ക് അവിടെ ഉണ്ടാക്കുന്നുള്ളൂ, ലൈസൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഇല്ലീഗലായിട്ട് തോക്ക് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളതിൽ ചിലപ്പോൾ ഈ കോതമംഗലത്ത് തോക്കുണ്ടാക്കി കൊടുത്ത ആളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത പോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പലപ്പോഴും വന്നിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് എന്ന് പറയുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ കൊലപാതകം നടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള തോക്കാണെന്ന് കണ്ടെത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് പോകാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ബീഹാർ പോലീസ് അവിടെ മുങ്കേറിൽ ഇടപെടുന്നത് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വീടുകളിൽ സ്ത്രീകൾ തോക്കുണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ കാണാൻ പോയിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകൻ്റെ കൂടെ നമ്മൾ കാണാൻ പോവുകയും സ്ത്രീകൾ ഒരു അറസ്റ്റ് ചെയ്ത് പോയ ആളുടെ ഭാര്യയും സഹോദരിയും കൂടി ഒരു തോക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ലെയ്ത്ത് മെഷീനിൽ വെച്ച് തോക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ സ്ത്രീകളും തോക്കുണ്ടാക്കുക അവിടെ ഇതൊന്നും ഒരു പുതുമയല്ല. ഞങ്ങൾക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇല്ലീഗൽ തോക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തോക്ക് കൊണ്ടുവന്നത് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്, സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. അവർ ഒരു സഞ്ചിയിൽ കുറേ ബുള്ളറ്റും തോക്കുമൊക്കെ ഇട്ടിട്ട് തോളത്ത് ഇങ്ങനെ ഇട്ട് നമ്മൾ ഈ സാധാരണ കുട്ടികൾ എന്തെങ്കിലും വല്ല കടയിൽ പോയി സാധനം മേടിച്ച് വരുന്ന പോലെയാണ് അവർ തോക്കിട്ട് തോളത്തിട്ടിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഇതൊരു കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സാധാരണമായ സംഗതിയാണ്. അങ്ങനെ ഇതാണ് മുങ്കേറിലെ യാത്രയാണ് ശരിക്കും പേടിപ്പിക്കുന്നത്. ഞാൻ എല്ലാ യാത്രയിലും എൻ്റെ കൂടെ ആരെങ്കിലും വേണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യമെടുത്ത ആളെ കൂട്ടി അവരുടെ സൗകര്യത്തിനനുസരിച്ച് കൂടിയൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ മുങ്കേറിലേക്ക് പോകുമ്പോൾ ഞാൻ ആരെയും കൂടെ കൂട്ടിയില്ല. കാരണം മുങ്കേറിനെ കുറിച്ച് പറഞ്ഞവരെല്ലാം പറഞ്ഞത് പേടിപ്പിക്കുന്ന കഥകളായിരുന്നു. അതുകൊണ്ട് മുങ്കേറിലേക്ക് പോകുമ്പോൾ മാത്രം ഞാൻ സുഹൃത്തുക്കളെ ആരും കൂട്ടാതെ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ഒരു ദ്വിഭാഷിയെ ഉറപ്പുവരുത്തി. കാരണം അവിടെ ഭോജ്പുരിയാണ് ഭാഷ, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംഘടിപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. വേറെ ഒരു നാട്ടിൽ നിന്ന് ഒരു സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിയില്ല. മാത്രമല്ല ഈ മതപ്പാടുകൾ ആ സമയത്ത് നിധി ബുക്സിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ പ്രസാദകർക്ക് അത് അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുങ്കേർ കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്തടിക്കുക, അല്ലെങ്കിൽ ഇത് വെച്ച് അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുങ്കേറിലേക്ക് പോകുന്നത്. കാരണം മുങ്കേറിൽ നിങ്ങൾ ഈ പറയുന്ന മുങ്കേറിനെ കുറിച്ച് വിവരം തന്ന ആളുകൾ പോലും പറഞ്ഞത്, ഞങ്ങളൊന്നും അവിടേക്ക് പോയിട്ടില്ല, നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകും എന്നുള്ളൊരു ജാഗ്രതയോടുകൂടിയുള്ള അറിയിപ്പുകളാണ് തന്നത്. ഇതാണ് മുങ്കേറിൻ്റെ കഥ. പുസ്തകങ്ങൾക്കുള്ള വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അത് മിക്കവാറുമൊക്കെ ഞാൻ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തേക്കുള്ള വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. സത്യത്തിൽ ആദ്യത്തെ പുസ്തകം സംഭവിച്ചുകൊണ്ടാണ്, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ സംഭവിച്ചുകൊണ്ടാണ് മതപ്പാടുകൾ സംഭവിച്ചത്. കാരണം വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ വായിച്ചിട്ട് ഉള്ള വായനക്കാരാണ് ഈ രണ്ടാമത്തെ പുസ്തകത്തിലേക്കുള്ള വിവരങ്ങൾ ഭൂരിഭാഗവും തന്നത്. അതുപോലെ ഇപ്പോൾ മൂന്നാമത് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിനും വിവരങ്ങൾ തരുന്നത് ആദ്യ പുസ്തകത്തിൻ്റെയും അല്ലെങ്കിൽ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെയും വായനക്കാരാണ്. അങ്ങനെ വായനക്കാർ ഈ സംഗതികളുടെ, ഈ യാത്രകളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൂടി പോയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന വിവരങ്ങളാണ് ഈ പുതിയ യാത്രകളിലേക്ക് നയിക്കുന്നത്.
വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ 2 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. തമിഴിൽ പുനിത പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ള പേരിലും ഇംഗ്ലീഷിൽ സേക്രഡ് സിൻസ് എന്നുള്ള പേരിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ പുസ്തകത്തിൽ നമ്മളൊരു പുരുഷന് എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങൾ കൂടി അതിജീവിച്ചുകൊണ്ടാണ് സേക്രഡ് സിൻസ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. ഈ നമ്മളൊരു സ്ത്രീയെ കാണുമ്പോൾ, സോനാഗച്ചിയിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ ഷോർട്ട്സാണ് ധരിച്ചത്, അവളുടെ കാലുകൾ കാണാമായിരുന്നു എന്നൊക്കെ ഉള്ള വരികളുണ്ട്. പൊളിറ്റിക്കലി അത് കറക്റ്റല്ല, നമ്മളങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരു ഷോർട്ട്സ് ധരിച്ചാൽ അത് കാലുകൾ കാണും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ അത്തരം ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സേക്രഡ് സിൻസ് വന്നിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്തതും ട്രാൻസ്ലേറ്റ് ചെയ്തതുമൊക്കെ സ്ത്രീകളായതുകൊണ്ടായിരിക്കാം. പലരും ഒരു പുസ്തക ചർച്ചയിൽ ഒരാൾ പരാതിയായിട്ട് ഒരു സ്ത്രീ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. മംഗലാപുരത്ത് സ്ത്രീകളെ കാണാൻ പോകുമ്പോൾ, മംഗലാപുരത്ത് ഹോട്ടലിലേക്ക് ലൈംഗിക തൊഴിലാളികളെ കാണാൻ പോകുമ്പോൾ ഇന്ന ഹോട്ടലിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഓട്ടോ ഡ്രൈവറോട് ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ സ്ത്രീകളെക്കുറിച്ച് ഒരു പഠനം തയ്യാറാക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത ഒരു സ്ത്രീ ചോദിച്ചത്, അങ്ങനെ പറയേണ്ട ഒരു വിശദീകരണം ഒരു ഓട്ടോ ഡ്രൈവറോട് കൊടുക്കേണ്ടത് കാര്യമുണ്ടോ? അത് നിങ്ങളുടെ സദാചാരബോധം കൊണ്ടാണ്. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോരെ, അവരെക്കുറിച്ച് മറ്റൊന്നിനുമല്ല, ഞാനൊരു പഠനം നടത്താനാണ് പോകുന്നതെന്നൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണ്, കാരണം അത് 2008 നടക്കുന്നൊരു യാത്രയാണ്. പക്ഷേ ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണം ആർക്കും കൊടുക്കില്ല. കാരണം ഞാനിവിടെ പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പഴയ സദാചാര ബോധത്തിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കിടന്നു. അപ്പോൾ അങ്ങനെ ഒരു പരുവപ്പെടുത്തൽ അല്ലെങ്കിൽ നവീകരിക്കൽ കൂടിയാണ് യാത്രകൾ എനിക്ക് തന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.